55 ലിറ്ററോളം വണ്ടിയിൽ നമുക്ക് ഈ ഒരു ടാങ്കിനുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുമുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. അതായത് കേഗോ സ്റ്റീം വാട്ടർ കാർ സർവീസിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം എൻ്റെ സുഹൃത്തിനൊരു വണ്ടിയുണ്ട്, ഷനിൽ എന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു വാഗണർ കാരണം, അപ്പോൾ അതാണ് നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർ ഫുൾ കുറച്ച് ഈ കൊറോണ ആയതുകൊണ്ട് കുറേ നാളുകളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കൊറോണ പ്രശ്നങ്ങൾ കാരണം തന്നെ കാർ സർവീസ് സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കേഗോ സർവീസ് ഏകദേശം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്റ്റീം സർവീസ് കേഗോ സ്റ്റീം സർവീസാണ് പറയുന്നത്. മെയിനായിട്ട് അവർ കാർ വാഷിങ്, പിന്നെ അതുപോലെ സ്റ്റീം വാഷ്, പിന്നെ കാറിനോട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കേഗോ. അപ്പോൾ അതിൻ്റെ പുതുതായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസി പയ്യന്നൂർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സുഹൃത്തിന് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ, പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളും മറ്റും ഹണി ബ്രോനോട് ചോദിച്ചു നോക്കാം. പുള്ളിക്കാരൻ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേഗോ സ്റ്റീം സർവീസിൻ്റെ പയ്യന്നൂരിൻ്റെ ഡീലറായ നമ്മുടെ ഹണി ബ്രോ. ഹണി ബ്രോ നമസ്കാരം. അപ്പം നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം, ഈ ഒരു സെറ്റപ്പ് നമ്മുടെ പയ്യന്നൂർ ഫ്രാഞ്ചൈസി എടുത്തിട്ട് എത്ര നാളുകളായി? നമ്മളിപ്പം 1 മാസം ആകാനായി. ഏകദേശം 1 മാസമായല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ഇപ്പം സർവീസൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മള് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ പയ്യന്നൂരാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. അവിടുന്ന് 10 കിലോമീറ്റർ വരെ ചുറ്റളവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കോൾ എവിടെന്നാ വരുന്നത് ഇതിനനുസരിച്ചിട്ട് വണ്ടി ട്രാവൽ ചെയ്യേണ്ട പ്രശ്നമില്ല. എന്താ പറയുക, നമ്മുടെ കാർ വാഷ് സെന്റർ അല്ല, നമുക്ക് മൊബൈലായിട്ട് എവിടെയും പോകാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതാണ് അതിന്റെ മെയിൻ മെഷീൻ, സ്റ്റീമറാണ്, കൊറിയൻ മെയ്ഡാണ്. ഇത് നമ്മള് ഒരു വണ്ടി എഴുതാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ വെള്ളമേ വേണ്ടു. 5 ലിറ്റർ, അതായത് ഒരു കാർ ഇപ്പം ഇതുപോലത്തെ നമ്മുടെ ഒരു വാഗണർ കാർ കഴുകാൻ വേണ്ടി നമുക്ക് ഏകദേശം 5 ലിറ്റർ വെള്ളം മാത്രമേ വേണ്ടുള്ളൂ. അതിന് വലിയ മുകളിലുള്ള കാറാണെങ്കിൽ ഒരു ലിറ്ററോളം അധികം വരും, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടുകളിൽ പോയി ചെയ്യും, അല്ലെങ്കിൽ ഓഫീസിൽ പോയി ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിക്കർ ആണ്, ഒരു മൊബൈൽ സ്റ്റീം കാർ വാഷ്. സാധാരണ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ സ്റ്റീമിന്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റില്ല. അതെ, സ്റ്റീം എന്ന് പറയുമ്പോൾ നമ്മൾ നീരാവി കൊണ്ടാണ് ഇത് കാർ കഴുകുക. അതായത് ടയറുകൾ ഒഴിച്ച് മാറ്റ് കഴുകാൻ ഒഴിച്ച് ബാക്കിയെല്ലാം സ്റ്റീം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സ്റ്റീം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന സെറ്റപ്പ് അല്ലേ, ഒപ്റ്റിമ സ്റ്റീമർ. അപ്പൊ ഇതിലെവിടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല? ഇതിലാണ് വാട്ടർ. ഇതിൽ നമുക്ക് 45 ലിറ്ററോളം സേവ് ചെയ്ത് വെക്കാം. അത് നമുക്ക് ഈ ഒരു ടാങ്കിൽ 45 ലിറ്റർ. അപ്പൊ ഏകദേശം 9ഓളം വണ്ടികൾ കഴുകാൻ വേണ്ടി സെറ്റപ്പ് നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റും അല്ലേ? അത് പിന്നെ ഇതില് നമ്മൾ ഡീസലും അതുപോലെ 45 ലിറ്ററോളം ചെയ്യാൻ പറ്റും. അപ്പൊ 90 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണ് ഇതല്ലേ? ഇത് കൂടാതെ ഇത് നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെവൽ വന്ന് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മള് ജനറേറ്റർ ഉണ്ടോ, ജനറേറ്റർ വഴിയാണ് ഇത് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മള് വാക്കം ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഡീറ്റെയിൽ ചെയ്യാം. നമ്മളെ എൻജിൻ റൂം കണ്ടോ, ഫുള്ള് ചളിയാ, ഇവിടേക്ക് ഫുള്ള് ചളിയിട്ടല്ലേ ഏകദേശം. അത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഒക്കെ അതിന്റെ റിസൾട്ട് മനസ്സിലായി. അതായത് ഈ ഓയിൽ, ഇവിടെയുള്ള ഓയിൽ പാർട്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ആയി എടുക്കാൻ പറ്റും. കെമിക്കലാണ്, ഇത് ഓൾ പർപ്പസ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എൻജിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഈ ഒരു ചളിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്നു അല്ലേ? അത് നമുക്ക് ശേഷം കാണാൻ പറ്റും. കാറിൻ്റെ ഉള്ളിലെ സീറ്റുകളിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള എന്താ പറയുക
തലയൊക്കെ വെക്കുന്നതുകൊണ്ട് ഈ എണ്ണക്കറി അതുപോലെ തന്നെ കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും അല്ലേ? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. ഹണീബർ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ രാമന്തളി പയ്യന്നൂർ ഏരിയയിലേക്ക് ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ആണ്, അത് സ്മാർട്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ഒരു കാർ വാഷിങ്ങിൻ്റെ സെറ്റപ്പ് തുടങ്ങാനുള്ള ഒരു പ്രചോദനം വന്നത് എങ്ങനെയാണ്? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. അതെ. അപ്പം നമ്മൾ സർവീസ് സെൻ്ററൊക്കെ പോയാൽ 1-2 മണിക്കൂർ, പിന്നെ നമ്മൾ വർക്കിംഗ് ടൈമിൽ നമുക്ക് അവൈലബിലിറ്റി കിട്ടണമെന്നില്ല അല്ലേ? രാവിലെ മുതൽ നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ടൈമിന് കൊണ്ട് കൊടുത്താൽ കിട്ടൂല. അപ്പോൾ അതിനുവേണ്ടി പയ്യന്നൂരേക്ക് പോകണം, അടുത്ത സിറ്റിയിലേക്കായ പയ്യന്നൂരേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രോപ്പർ ഞാൻ രാമന്തളിയാണ്, അവിടെ നിന്ന് പയ്യന്നൂർ വരെ പോകേണ്ട പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കേഗോനെ കുറിച്ച് അറിയുന്നത്, ഫേസ്ബുക്ക് വഴി അറിയാൻ പറ്റുന്നത്. ഞാൻ അവരുടെ ഫ്രാഞ്ചൈസി എടുത്തതാണ്. അപ്പോൾ അവർക്കൊരു 52ഓളം ഫ്രാഞ്ചൈസി ഉണ്ട്. ഓൾറെഡി കേരളത്തിൽ 52ഓളം ഫ്രാഞ്ചൈസി ഉണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ പയ്യന്നൂർ നിങ്ങളിപ്പം പയ്യന്നൂർ ഫ്രാഞ്ചൈസി എന്റേതാണ്. നമ്മൾ ഈ ചുറ്റുപാടത്ത് വേറെ എവിടെയും ഉണ്ടോ? പയ്യന്നൂർ, കണ്ണൂർ ഭാഗത്തോടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ആ ഭാഗത്ത്. കാഞ്ഞങ്ങാട്. അപ്പോൾ നിങ്ങൾ ഇനി പയ്യന്നൂർ ഏരിയയിൽ മൊത്തം മണിക്ക് അങ്ങോട്ട് സർവീസ് നിങ്ങൾക്ക് എവിടെ ഏത് ടൈമിൽ വിളിച്ചാൽ അവൈലബിലിറ്റി ഉണ്ട്? അത് രാവിലെ 8 മണി മുതൽ 6-7 മണി വരെ ചെയ്യാം. രാത്രി ആകുമ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കാര്യങ്ങളും ഉണ്ടാക്കി ചെയ്യാം. എമർജൻസി എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓട്ടോ നിങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതിൽ കോൾ ചെയ്ത് എത്ര വേണമെങ്കിലും ബുക്കിംഗ് എടുക്കാൻ പറ്റും നമുക്ക്. ഓൾറെഡി ഒരു ദിവസം മുമ്പേ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ബുക്കിംഗ് ഇപ്പം തന്നെ ഓൾറെഡി നല്ലോണം ഇഷ്ടംപോലെ ബുക്കിംഗ് ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഇപ്പോൾ ഏകദേശം ഈ കാറ് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തു തോന്നല്ലേ? അതെ, ഒരു 90% ആയി. ബാക്കി എന്താ ചെറിയ പോളിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അല്ലേ? ആണിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ആയി തന്നു അല്ലേ? അതെ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എഞ്ചിന്, ഇതിന്റെ ഉള്ളിൽ ഫുൾ ഡസ്റ്റ് ആയിരുന്നു. അതെ, നല്ല ഫിനിഷ്, നല്ലൊരു തിളക്കം വന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലും ബെറ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി ടൈം എടുക്കും. ഇതിപ്പോ ഏകദേശം 1.5 മണിക്കൂറോടെ നമ്മളൊരു നല്ലൊരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. 5 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന വർക്ക്. ഡീറ്റെയിലിംഗ് അല്ലേ? നിങ്ങൾ എങ്ങനെ ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റും കാര്യങ്ങളും ഏകദേശം? നമ്മള് സ്റ്റാർട്ടിങ് 499 ആണ്. അതിൽ സാധാ
സർവീസ് പോലെ. അതായത് 499 രൂപ മുതൽ ഏകദേശം അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് വരെ അത് ഓരോ റേറ്റ് ആയിരിക്കും അല്ലേ? 3000 രൂപ വരെ പോകും. നമുക്ക് ഉള്ളിലേക്ക് വെച്ച് നോക്കാം, എന്തൊക്കെ നമ്മുടെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് നോക്കി നോക്കാം. ഗ്ലാസ് ഒക്കെ നമ്മുടെ ഈ ഡോറൊക്കെ നല്ല ഇപ്പോൾ ഷൈനിങ് ആയിട്ടുണ്ട്, ഡീറ്റെയിലിംഗ് നോക്കാം ചെയ്ത് ഫുള്ള്. പിന്നെ നമ്മള് ഒരു സീറ്റ് മാത്രമേ ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പൊ, അതായത് ഇതിന്റെ മാക്സിമം കച്ചറകൾ ഒരു മഞ്ഞ കളറായിരുന്നു, ഇപ്പൊ നല്ല വൈറ്റിംഗ് ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കേഗോന്റെ ഒരു ഫുഡ് ട്രസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്, അതുകൂടാതെ ഒരു പെർഫ്യൂം കാർഡ്. അപ്പൊ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കവറും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യന്നൂർ ഭാഗത്ത് എവിടെയും നമുക്ക് ഈ സർവീസ് എപ്പോഴും ഒരു രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ടു ഈവനിങ് നമുക്ക് ഫുൾ സർവീസ് നമുക്ക് ലഭ്യമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പയ്യന്നൂരുള്ള കേഗോ സർവീസ്, അതായത് മൊബൈൽ സ്റ്റീം കാർ വാഷ് സർവീസിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹണി ബ്രോ നമ്മുടെ സ്റ്റാഫ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷനിൽ ബ്രോൻ്റെ വാഗ്നർ കാർ ഇപ്പം മിന്നി തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സർവീസുകൾ നമുക്ക് പയ്യന്നൂർ, പഴയങ്ങാടി, അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ള നമുക്ക് ഫുൾ ടൈം നമുക്ക് സർവീസ് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് കേഗോ സ്റ്റീം സർവീസിൻ്റെ പയ്യന്നൂർ ബ്രാഞ്ച്. അപ്പം അതിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആണെന്നവർക്ക് എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.